ഓണപ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യമായി ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഓണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വളരെയധികം കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഓണം? പുത്തൻ തലമുറയ്ക്ക് ആർഭാടത്തിൻ്റെ മാറ്റുരയ്ക്കാൻ കിട്ടുന്ന ഒരു അവസരം അതാണോ? അല്ല. ഓണം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വിവേചനമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. മഹാബലിത്തമ്പുരാൻ ആരാണ് എന്നറിയുമോ? അതും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതെ, പണ്ട് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഉത്തമനായ ഒരു ഭരണാധികാരിയായിരുന്നുവെന്നും എങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം. കള്ളവും ചതിയുമില്ലാത്ത കാലമായിരുന്നുവെന്നും. അല്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഐതിഹ്യം. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. 1-ാമത്തെ അടി കൊണ്ട് സ്വർഗവും 2-ാമത്തെ ഭൂമിയും അളന്നെടുത്തു. 3-ാമത്തെ അടി എവിടെ വയ്ക്കും എന്നായപ്പോൾ മഹാബലി തമ്പുരാൻ തൻ്റെ ശിരസ്സിൽ വെച്ചുകൊള്ളൂ എന്ന്. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. തിരുവോണ ദിവസം മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ അവസരം കൊടുത്തു. അങ്ങനെ നാം ഓണം ഒരുങ്ങാൻ തുടങ്ങി. നന്ദി, നമസ്കാരം.